الله على سيدنا محمد وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه منيب. പരിശുദ്ധ ഖുർആനിൻ്റെ ഖത്തമ് നിർവഹിക്കാനുള്ള വലിയ ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകി. സൂറത്തുൽ ഫാത്തിഹ മുതൽ ഓതി തുടങ്ങി സൂറത്തുൽ നാസ് വരെ എത്തുകയും വീണ്ടും ഫാത്തിഹയും അലിഫ് ലാം മീമും ഓതി നമ്മൾ ഈ മാർഗത്തിൽ തന്നെ ഉണ്ട് എന്ന് ഉറക്കെ പറയുകയും ചെയ്യുന്ന ഒരമലാണ് ഖത്മുൽ ഖുർആനിൻ്റെ അമൽ എന്ന് പറയുന്നത്. ഇപ്രകാരം സൂറത്തുൽ ഫാത്തിഹയുടെ ആദ്യ അക്ഷരം മുതൽ സൂറത്തുൽ നാസിലെ അവസാനത്തെ അക്ഷരം വരെ ഓതാൻ, പാരായണം ചെയ്യാൻ, അത് കേൾക്കാൻ നമുക്ക് ഭാഗ്യം കിട്ടിയോ അതുപോലെ ആ പരിശുദ്ധമായ വചനങ്ങളുടെ അർത്ഥവും ആശയവും സന്ദേശവും ഉദ്ദേശ ലക്ഷ്യങ്ങളുമൊക്കെ മനസ്സിലാക്കുകയും അതിനനുസരിച്ചിട്ട് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും വേണം. അള്ളാഹു നമുക്ക് പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു തന്നത് ഓതി കൂലി വാങ്ങാൻ വേണ്ടി മാത്രമല്ല. ഈ ഖുർആൻ അവതരിച്ച പ്രത്യേക മാസത്തെ റമദാനിനെ ദീർഘമായ ഒരു പട്ടിണിയുടെ പരിശീലനത്തിൻ്റെ, തർബിയത്തിൻ്റെ, തസ്കിയത്തിൻ്റെ പ്രായോഗിക കളമാക്കി നിശ്ചയിച്ചുകൊണ്ട് ആ ഖുർആനിൻ്റെ ഓരോ വരികളും ഓരോ വാക്കുകളും ഓരോ അക്ഷരങ്ങളും പ്രയോഗത്തിൽ, പ്രാക്ടിക്കലി നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കണമെന്നാണ് അള്ളാഹു നമുക്ക് നൽകുന്ന സന്ദേശം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സഹാബാക്കൾ ഉൾക്കൊണ്ട് നമുക്ക് മാതൃകയാക്കി തന്നത്. അതുകൊണ്ട് ഖുർആൻ സൂറത്തുൽ നാസ് വരെ ഓതി ഖത്തം ദുആരെന്നോ സന്തോഷമായി ബർക്കത്തായി എന്ന് വിചാരിക്കുന്നതിന് പകരം ഖത്തം ദുആരക്കുന്നത് നമ്മളുടെ പുതിയ അധ്വാനത്തിൻ്റെ മേഖലയിലേക്കുള്ള തുടക്കം കുറിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ്. കുറച്ചും കൂടി ഭാരമേറിയ ഒരു കർത്തവ്യത്തെ നമ്മൾ ഏറ്റെടുക്കുകയാണ്. കുറച്ചും കൂടി ഭാരം കൂടിയ ഒരു ചുമതലയെ നമ്മൾ ഏറ്റെടുക്കുകയാണ്. ഇതുവരെ നമ്മൾ പരിശുദ്ധ ഖുർആൻ ഓതുകയായിരുന്നു. പരിശുദ്ധ ഖുർആൻ ഓതുന്നത് പിന്നിൽ നിന്ന് ശ്രദ്ധിച്ച് കേൾക്കുകയായിരുന്നു. ഇനി ഓതലും കേൾക്കലും മാത്രമല്ല, ആ ഖുർആനിനെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കി അതിനുവേണ്ടി അധ്വാനിക്കാൻ തുടങ്ങുകയാണ്. ആ അധ്വാനത്തിൻ്റെ തുടക്കം കുറിക്കുന്ന ദിവസത്തെയാണ് വേണമെങ്കിൽ നമുക്ക് ഖത്മുൽ ഖുർആൻ്റെ ദിവസമായി ഗണിക്കാൻ കഴിയും. നമ്മളിൽ അൽഹംദുലില്ലാഹ് അധിക പേരും പരിശുദ്ധ ഖുർആനിൻ്റെ അവസാന സൂറത്തുകളിലേക്ക് എത്തുമ്പം അറിയാതെ വെങ്ങിപ്പൊട്ടി ഉള്ളുകൊണ്ട്. കാരണം നമ്മൾ ഒരു മാസക്കാലമായി സഹവസിച്ചിരുന്ന, ഒന്നിച്ച് നിന്നിരുന്ന മഹത്തായ ഒരു അതിഥി അല്ലെങ്കിൽ മഹത്തായ ഒരു ഗ്രന്ഥം അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുമ്പം എന്തോ നമ്മളിൽ നിന്നും അകന്നു പോകുന്നോ വിട്ടുപോകുന്നോ എന്നൊരു വേദനയും ധാരണയും നമ്മുടെ ഉള്ളിലുണ്ട്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആൻ ഓതുമ്പോഴും അത് കേൾക്കുമ്പോഴും കരച്ചിൽ വരുന്നത് വലിയ ഭാഗ്യമാണ്, വലിയ ഭാഗ്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വലിയ സുന്നത്തായ നിലയിൽ നമുക്ക് മഹാന്മാർ പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ് ഖുർആൻ ഓതുമ്പോൾ കരച്ചിൽ വരിക. ഖുർആൻ ഓതുമ്പോൾ കരച്ചിൽ വരിക, അത് കേൾക്കുമ്പോൾ കരച്ചിൽ വരിക. അൽഹംദുലില്ലാഹ് ഇന്ന് നമ്മുടെ പള്ളിയിൽ എല്ലാ സഹോദരങ്ങളും ശബ്ദത്തിൽ കരഞ്ഞപ്പോൾ എനിക്ക് മനസ്സിന് ഭയങ്കര സന്തോഷമുണ്ടായി. ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചു, പടച്ചോനെ, 30 ദിവസക്കാലത്തെ നമ്മളുടെ പഠനം, നമ്മളുടെ അധ്വാനം, നമ്മുടെ വഅദ്, നമ്മുടെ നസീഹത്ത്, ഇതൊക്കെ കൊണ്ട് ഒരു പക്ഷേ നമ്മൾ വലിയ ഇൽമൊന്നും പഠിച്ചില്ലെങ്കിലും കരയാൻ പഠിച്ചാൽ അത് മഹത്തായ ഒരു സൗഭാഗ്യമാണ്, വലിയൊരു അനുഗ്രഹമാണ്. ഇന്ന് മുസ്ലിമീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാത്ത ഒരു വലിയ അമലും അതാണ് കരയാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഏതെങ്കിലും ഒരു മുസ്ലിം
ഒറ്റയ്ക്കിരുന്ന് അവൻ്റെ പാപങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കുകയോ അല്ലെങ്കിൽ അവൻ്റെ സൃഷ്ടാവായ അള്ളാഹുവിനെ കുറിച്ചിട്ട് ചിന്തിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അവൻ്റെ ഹൃദയം പടയ്ക്കുകയും അവൻ്റെ കണ്ണിൽ നിന്നും ഒരു തുള്ളിയെങ്കിലും കണ്ണുനീരിറ്റുകയും ചെയ്താൽ, ഒരു ഹദീസ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയും പറഞ്ഞു, ഒരു ഈച്ചയുടെ തലയോളമെങ്കിലും കണ്ണുനീർ തുള്ളി ഇറ്റിയാൽ അവൻ്റെ പാപങ്ങളെല്ലാം അള്ളാഹു മാപ്പാക്കി കൊടുക്കുന്നതാണ്. ഒരു തുള്ളിയെങ്കിലും കണ്ണുനീര് നമ്മുടെ കണ്ണിൽ നിന്ന് ഇറ്റിക്കാൻ കഴിഞ്ഞാൽ. മറ്റൊരു ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിനെ ഭയന്ന് കരയുന്ന കണ്ണുകൾ ഒരിക്കലും നരകത്തിൽ പ്രവേശിക്കുകയേയില്ല, നരകത്തിന് ഹറാമാക്കപ്പെടുന്നതാണ്. അള്ളാഹുവിനെക്കുറിച്ച് ഓർക്കുകയും ഭയക്കുകയും ചെയ്തതിൻ്റെ പേരിൽ കരച്ചിൽ വന്ന കണ്ണുകൾ അള്ളാഹു അതിനെ നരകത്തിന് ഹറാമാക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ 10-29 ദിവസക്കാലം കൊണ്ട് വലിയ അറിവൊന്നും നേടാൻ കഴിഞ്ഞില്ലെങ്കിലും, എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ, ഒന്നും നേടാൻ കഴിഞ്ഞില്ലല്ലോ എന്ന താഴ്മയും സമ്മതിച്ചു പറയലും അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മളുടെ കഴിവുകേടിനെ വെളിപ്പെടുത്തിക്കൊണ്ട് കരയാനും കണ്ണീരൊലിപ്പിക്കാനും പശ്ചാത്തപിക്കാനും സാധിച്ചാൽ അൽഹംദുലില്ലാ അത് വലിയ കാര്യമാണ്. അള്ളാഹു ആ നിലയിലൊക്കെ നമ്മളുടെ ഈ ശബ്ദത്തെയും കരച്ചിലിനെയും കണ്ണുനീരിനെയും ഒക്കെ കബൂലാക്കി തരുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അപ്രകാരം നമ്മൾ കരയുന്നത്, ഇനി ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ സംസാരം ദുആയെല്ലാം കഴിഞ്ഞാൽ നമ്മളെ കുട്ടികൾ നമുക്ക് കുടിക്കാൻ മധുരം തരും, എന്തെങ്കിലുമൊക്കെ മധുരം തരും. അതെന്തിനാ? അത് ഖതമുൽ ഖുർആനിൻ്റെ ഒരു സന്തോഷം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എന്താ മധുരം വിതരണം ചെയ്തുകൊണ്ട് നമ്മൾ സന്തോഷം പ്രകടിപ്പിക്കുന്നത്? അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ഇന്നു മുതൽക്ക് ഔപചാരികമായ ഒരു ചടങ്ങിന്, ഒരു കർമ്മത്തിന്, ഒരു സാഹസികമായ അധ്വാനത്തിന് തുടക്കം കുറിക്കുകയാണ്. അതാ ഞാൻ പറഞ്ഞത്, ഖുർആൻ ഓതുകയും കേൾക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ആ സാധാരണ അമലിൽ നിന്നും ഖുർആൻ പഠിക്കുകയും മനസ്സിലാക്കുകയും അതനുസരിച്ചിട്ട് അമൽ ചെയ്യുകയും ചെയ്യുന്നു എന്ന് നമ്മൾ പ്രഖ്യാപിക്കുന്നതിൻ്റെ സന്തോഷമാണ് ഇൻഷാ അല്ലാഹ് മധുരം വിതരണം ചെയ്തുകൊണ്ട് നമ്മളിവിടെ നിർവഹിക്കാൻ പോകുന്നത്. ഇത് ഏത് കിതാബിലാണ് ഉള്ളതെന്നൊന്നും ചോദിച്ചേക്കണം, അങ്ങനൊന്നും ചിന്തിച്ചാരും തല ഉണ്ടാക്കുകയൊന്നും വേണ്ട. അള്ളാഹു തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് തരുമാറാകട്ടെ. വാസ്തവത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു ആലങ്കാരികമായ വർത്തമാനങ്ങളോ ചടങ്ങുകളോ ഒക്കെ നിർവഹിച്ചിട്ട് നിർവൃതി അടയാനുള്ളതല്ല പരിശുദ്ധ ഖുർആനും പരിശുദ്ധ റമളാനും ഒക്കെ. ഖുർആനും റമളാനും ഒക്കെ നമുക്ക് അള്ളാഹു തന്നത് ആ റമളാൻ നമ്മളോട് വിട പറയുമ്പോൾ, ഖുർആൻ നമ്മളോട് വിട പറയുമ്പോൾ, ഖുർആൻ വിട പറയുന്നില്ല, തൽക്കാലത്തേക്ക് ഒരു എൻഡിലെത്തുന്നു എന്നേ ഉള്ളൂ. നമ്മളോട് വിട പറയുമ്പോൾ അവർ നമ്മളെ പരിശോധിക്കും, അവർ നമ്മളെ വാച്ച് ചെയ്യും, വീക്ഷിക്കും, നമ്മളെ അളക്കും, തൂക്കും. ഈ റമളാൻ മുഖേന നിനക്കെന്ത് മാറ്റം ഉണ്ടായി? ഈ ഖുർആൻ ഓതിയത് കൊണ്ട് നിനക്കെന്ത് മാറ്റം ഉണ്ടായി? ഖുർആൻ ഓതിയത് കൊണ്ട്, ഖുർആൻ കേട്ടതുകൊണ്ട്, റമളാൻ ആചരിച്ചതുകൊണ്ട് എന്ത് മാറ്റമുണ്ടായി എന്ന് അവർ നമ്മളെ അളക്കും. എന്നിട്ടാണ് അനുകൂലമായി സാക്ഷി നിൽക്കണോ അല്ല പ്രതികൂലമായി സാക്ഷി നിൽക്കണോ എന്ന് തീരുമാനിക്കും. നമ്മൾ എപ്പോഴും പറയാറുണ്ടല്ലോ, ജാൽ ഹാദ ഷഹറ ഷരീഫുൽ അലീമ ഷാഹിദൻ ലന ലാ ഷാഹിദൻ അലൈന എന്ന് എപ്പോഴും ദ്വാരക്കുന്നില്ല. നമുക്ക് അനുകൂലമായിട്ട് സാക്ഷിയാക്കണേ കുറച്ചോനെ, പ്രതികൂലമായി സാക്ഷിയാക്കരുതേ എന്ന് പറയും. എന്താ അതിൻ്റെ സാക്ഷിയുടെ അർത്ഥം? സാക്ഷി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഖുർആൻ ഓതുകയും കേൾക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളുടെ ജീവിതവും ഖുർആനും തമ്മിൽ എന്ത് ബന്ധമുണ്ട്, റമളാനിൻ്റെ അമലുകൾ ചെയ്തതിൻ്റെ പേരിൽ നമ്മളുടെ ജീവിതവും ഈ അമലുകളും തമ്മിൽ എന്ത് ബന്ധമുണ്ട്, അതിൻ്റെ പേരിൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് മാറ്റം വന്നു എന്ന് നമ്മളിങ്ങനെ ആത്മനിർവൃതി അടയുന്നത് കൊണ്ട് മാത്രം കാര്യമായില്ല. സാക്ഷാൽ ഖുർആൻ അത് ശ്രദ്ധിക്കും, റമളാൻ അത് ശ്രദ്ധിക്കും. എന്നിട്ട് ഈ രണ്ടുപേരും നാളെ മഹ്ശറയിൽ സ്വീകരിക്കപ്പെടുന്ന രണ്ട് സാക്ഷികളായി, വാദം നടത്തുന്ന രണ്ട് വാദക്കാരായി വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആനും റമളാനും നാളെ മഹ്ശറയിൽ സ്വീകരിക്കപ്പെടുന്ന രണ്ട് സാക്ഷികളായിരിക്കും, വാദം നടത്തുന്ന രണ്ട് വാദക്കാരായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പടച്ചവനെ, ഇവൻ എനിക്കനുസരിച്ചിട്ട്, ഞാൻ പറഞ്ഞതനുസരിച്ചിട്ട് അമൽ ചെയ്തവനാണ് എന്ന് ഖുർആൻ പറയും. പടച്ചവനെ, ആ ഖുർആൻ പറഞ്ഞതുപോലെ അമൽ ചെയ്യാനായി പകല് വേളയിൽ ഞാൻ ഇവനെ പട്ടിണിക്കിട്ടു, രാത്രിയിൽ ഉറങ്ങാൻ സമ്മതിക്കാതെ എഴുന്നേൽപ്പിച്ച് നിർത്തി ഞാൻ ഇവനെ നിസ്കരിപ്പിച്ചു എന്ന് നോമ്പ് പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ നമ്മൾ വെറുതെ അങ്ങനെ പ്രസംഗത്തിൽ പറഞ്ഞു വിടാനുള്ള സംഗതിയല്ല. അക്ഷരാർത്ഥത്തിൽ ഇത് താമസിയാതെ നമ്മുടെയൊക്കെ മുമ്പിൽ വരാൻ പോകുന്ന യാഥാർത്ഥ്യങ്ങളാണ്, വസ്തുത. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ആരെ പറ്റിച്ചാലും നമ്മുടെ റബ്ബിനെ പറ്റിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ ജീവിതം കൊണ്ടാണ്
നമ്മൾ നല്ലവരാണോ അല്ല മോശക്കാരാണോ എന്ന് തെളിയിക്കേണ്ടത്. നമ്മുടെ പെരടികൾ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മുടെ പെരടികൾ ഇനി മേലിൽ നരകത്തിന്റെ മാർഗത്തിലേക്ക് നടക്കുന്നവരുടെ കൂട്ടത്തിൽ ഈ പെരടി ഉണ്ടാവുകയില്ല എന്ന് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും ഒരു കണിശമായ തീരുമാനം നമ്മുടെ കാര്യത്തിൽ എടുക്കുകയാണ്. നരകത്തിലേക്ക് പോകുന്ന ആളുകളുടെ കൂട്ടത്തിൽ, നരകത്തിലേക്ക് പോകുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ചിന്ത കൊണ്ട്, പ്രവൃത്തി കൊണ്ട്, സ്വഭാവം കൊണ്ട്, പെരുമാറ്റം കൊണ്ട്, കൂട്ടുകെട്ട് കൊണ്ട്, കൊടുക്കൽ വാങ്ങലുകൾ കൊണ്ടൊക്കെ നരകം സമ്പാദിക്കുന്ന ആളുകളുണ്ട്. ഇതുകൊണ്ടൊക്കെയാണ് നരകം സമ്പാദിക്കുക. അങ്ങനെ നരകം സമ്പാദിക്കാൻ സാധ്യതയുള്ള ഒരു മാർഗത്തിലേക്കും ഈ പാവം അടിമയെ ഇനി ഒരിക്കലും അനുവദിക്കുകയില്ല എന്ന് സീല് വെക്കും. അതിനാണ് പെരടികളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുക എന്ന് പറയുന്നത്. അള്ളാഹു എനിക്ക് നിങ്ങൾക്ക് അതിനുള്ള ഭാഗ്യം തരുമാറാകട്ടെ. അതുപോലെ സ്വർഗം കിട്ടുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സ്വർഗം കിട്ടുക എന്ന് പറഞ്ഞാൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇനി മരിക്കുന്നതിൻ്റെ അവസാനത്തെ നിമിഷം വരെയും സ്വർഗത്തിൽ പോകാനുള്ള അമലുകളല്ലാത്ത മറ്റൊന്നും, സ്വർഗത്തിൽ പോകുന്നതിന് തടസ്സം നിൽക്കുന്ന, അതിനെതിരാകുന്ന ഏതെങ്കിലും ഒരു കർമ്മമോ ചെയ്തിയോ വരാതെ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളൊക്കെ പെടുത്തി തരുമാറാകട്ടെ. നമ്മളെ കാത്തുരക്ഷിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. പ്രിയപ്പെട്ടവരെ, ഇനി നമ്മൾ നമ്മുടെ ജീവിതം കൊണ്ട് അത് തെളിയിക്കണം. എപ്പോഴാണ് നമുക്കതങ്ങനെ തെളിയിക്കാൻ കഴിയുക? ഈ കേട്ടതെല്ലാം നമ്മുടെ കാതുകളിൽ ഒതുങ്ങിപ്പോകാതെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങുമ്പോഴാണ്. ഹൃദയങ്ങളിലേക്ക് ഇറങ്ങിയാൽ നമ്മൾ അറിയാതെ നമ്മുടെ ജീവിതം മാറും. ഇനി ഹൃദയങ്ങളിലേക്ക് ഇറങ്ങിയില്ലെങ്കിൽ നമ്മളിനി എത്ര അഭിനയിക്കാൻ ശ്രമിച്ചാൽ, അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ, വേഷം കെട്ടാൻ, കോലം കെട്ടാൻ, അഭിനയിക്കാൻ ശ്രമിച്ചാലും അതൊന്നും വിലപ്പോവില്ല. നമ്മൾ പണ്ട് പറയാറില്ലേ, ഒരു പൂച്ചയെ മെരുക്കിയെടുത്തു. രാജാവ് പറഞ്ഞു ഈ പൂച്ചയെ കൊണ്ടുപോയിട്ട് അതിനെ മര്യാദ പഠിപ്പിക്കണം. രാജാവിൻ്റെ കയ്യിൽ നിന്നും ആ ഓഫർ സ്വീകരിച്ചുകൊണ്ട്, വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് ഒരാൾ പൂച്ചയെ കൊണ്ടുപോയി. എന്നിട്ട് ആ പൂച്ചയെ മര്യാദ പഠിപ്പിക്കും എന്ന് പറഞ്ഞാൽ പൂച്ചയുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്, അവൻ്റെ പ്രകൃതത്തിനനുസരിച്ചിട്ടല്ല. പിന്നെയോ, നീ പറയുന്നത് പോലെ പൂച്ചയെ കേൾപ്പിക്കണം, നീ പറയും പോലെ കേൾക്കും. കുറേ കാലം നിത്യമായ പരിശീലനം കൊടുത്താൽ അങ്ങനെയാണല്ലോ. പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ തത്തയെ വളർത്തുമായിരുന്നു. തത്തയെ കൊണ്ട് നമ്മൾ സംസാരിപ്പിക്കുമായിരുന്നു. മൈനയെ വളർത്തും, മൈന സംസാരിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ പൂച്ചയെ വളർത്തിയിട്ട് അതിനെ മെരുക്കി അനുസരിപ്പിച്ചിട്ട് കൊണ്ടുവരാൻ കൽപ്പിച്ചു. കുറച്ച് നാളുകളുടെ പരിശീലനത്തിന് ശേഷം ആ പൂച്ചയെ തിരിച്ച് രാജാവിൻ്റെ സന്നിധിയിൽ കൊണ്ടുവന്നു. നീ പറയും പോലെ കേൾക്കും, എന്തു പറഞ്ഞാലും കേൾക്കും. അങ്ങനെ പൂച്ചയുടെ ഈ പരീക്ഷയുടെ ദിവസത്തിൽ എല്ലാവരെയും വിളിച്ചു കൂട്ടി ദർബാറിൽ ഇദ്ദേഹത്തിനോട്, ഇനി നിന്റെ പൂച്ചനെ ഇറക്ക്, നീ പറയും പോലെ കേൾക്കുന്നൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. പൂച്ചനെ ഇറക്കുന്ന സമയം നേരത്തെ കൂട്ടിയിട്ട് രാജാവ് ഒളിപ്പിച്ചു വെച്ചിരുന്ന ഒരു കൂട്ടിലെ എലിയെ അതിൻ്റെ മുമ്പിലേക്ക് വിട്ടുകൊടുത്തു. അയാൾ പൂച്ച ഇറക്കിയിട്ട് 1 2 3 4 ഒക്കെ പറഞ്ഞ് കളിപ്പിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു എലി അതിൻ്റെ മുമ്പിലേക്ക് വന്നു. എലി വന്നപ്പം പിന്നെ അയാൾ പഠിച്ചു വെച്ച പാഠമെല്ലാം അങ്ങ് മറന്നുപോയി. 1 2 3 4 ഒന്നും കേട്ടില്ല. ഇടത്താനെ വലത്താനെ എന്നൊക്കെ നമ്മൾ ആനയെ പഠിപ്പിക്കുന്നവരല്ലേ മനുഷ്യന്മാരായ നമ്മൾ. ഇടത്താനെ വലത്താനെ എന്നൊക്കെ പറയും. ഇടത്തും വലത്തും ഒന്നും അതിന് ബോധം ഉണ്ടായില്ല. എലിയെ കണ്ടപ്പം ഒറ്റ ചാട്ടം അങ്ങ് ചാടി. പ്രിയപ്പെട്ടവരെ, ഇത് പരിശുദ്ധ റമദാൻ, പരിശുദ്ധ ഖുർആൻ നമ്മളുടെ ഹൃദയങ്ങളിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തിയെന്ന് നാളെ മുതൽക്ക് അല്ലെങ്കിൽ മറ്റന്നാൾ മുതൽക്ക് നിലാവ് കണ്ടതിന് ശേഷം, പെരുന്നാൾ ആഘോഷിച്ചതിന് ശേഷം നമ്മുടെ ജീവിതം സാക്ഷ്യപ്പെടുത്തണം. അലം തറ കൈഫ ളറബല്ലാഹു മസലൻ കലിമതൻ തയ്യിബ കശജറത്തിൻ തയ്യിബത്തിൻ അസ്ലുഹാ സാബിതുൻ വഫർഉഹാ ഫിസ് സമാ تؤتي أكلها كل حين بإذن ربها ويضرب الله الأمثال للناس. الله പറയാ, അലം തറ കൈഫ ളറബ അല്ലാഹു മസലൻ കലിമതൻ തയ്യിബതൻ. നല്ല വർത്തമാനം, നല്ല കലിമത്ത്, നല്ല പ്രത്യാശാസ്ത്രം, നല്ല വിശ്വാസം, നല്ല സംസ്കാരം, അതിൻ്റെയൊക്കെ ഉദാഹരണം എങ്ങനെയാണ്? അള്ളാഹു പറയാ, കശജറത്തിൻ തയ്യിബത്തിൻ അസ്ലുഹാ സാബിതുൻ വഫർഉഹാ ഫിസ് സമാ. അതൊരു വലിയ നല്ല വൃക്ഷത്തെ പോലെയാണ്. ഏതാ നല്ല വൃക്ഷം? നല്ല വൃക്ഷം എന്ന് പറയുന്നത് അതിൻ്റെ വേരുകൾ ഭൂമിയിൽ ആഴ്ന്നിറങ്ങിയിട്ടുണ്ടാകും. ഭൂമിയിലേക്ക് അതിൻ്റെ വേരുകൾ ആഴ്ന്നിറങ്ങിയാൽ അതിൻ്റെ ശിഖരങ്ങളും കൊമ്പുകളും ബാഹ്യമായ അതിൻ്റെ ഇലയും കായും പൂവും ഒക്കെ നന്നായി പുഷ്പിക്കും. അല്ലേ? വേരുകൾ ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ടുണ്ടെങ്കിൽ. ഇനി നേരെ തിരിച്ചാണെങ്കിലോ,
വമസലു കലിമത്തിൻ ഖബീസത്തിൻ കശജറത്തിൻ ഖബീസത്തിൻ ഇജ്തുസ്സത് മിൻ ഫൗഖിൽ അർദ് ഇജ്തുസ്സത് മിൻ ഫൗഖിൽ അർദ് മാ ലഹാ മിൻ ഖറാർ. മോശമായ വർത്തമാനത്തിന്റെ അല്ലെങ്കിൽ മോശമായ കലിമത്തിന്റെ, മോശമായ സംസ്കാരത്തിന്റെ ഉദാഹരണം എന്ന് പറയുന്നത് കലിമത്തിൻ ഷജറത്തിൻ ഖബീസത്തിൻ, വൃത്തികെട്ട ഒരു മരത്തെ പോലെയാണ്, വൃത്തികെട്ട ഒരു ചെടിയെ പോലെയാണ്, മോശമായ ഒരു ചെടിയെ പോലെയാണ്. ചില ചെടികൾക്ക് മുള്ളുകൾ അധികമുണ്ടാകും, ചില ചെടികൾ അതിൻ്റെ ഇല പറിച്ച് കടിച്ചാൽ കയ്പുണ്ടാകും. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഉപകാരവും നന്മയും ഉണ്ടാവുകയില്ല. അള്ളാഹു പറയാ എപ്പോഴാണ് ചെടി മോശമാകുന്നത്? ഇജ്തുസ്സത് മിൻ ഫൗഖിൽ അർദി മാ ലഹാ മിൻ ഖറാർ. വെറുതെ ഇങ്ങനെ ഒരു ആവേശത്തിൽ പെയ്തിറങ്ങിയ പുതുമഴയിൽ മണ്ണിന്റെ മേലെ മുളച്ചു പൊന്തിയത്. അള്ളാഹു പറയാം മണ്ണിന്റെ മേലെ മുളച്ചു പൊന്തിയത്. മാ ലഹാ മിൻ ഖറാർ, അതിന്റെ വേരുകളൊന്നും മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ടേയില്ല. എത്ര രസകരമായിട്ട് അള്ളാഹു തആല നമുക്ക് പറഞ്ഞിരുന്നു. 10-30 ദിവസക്കാലം നമ്മൾ ഓതിക്കേട്ട ഖുർആനിൻ്റെയും നമ്മൾ പ്രസംഗിച്ച് കേട്ട പ്രസംഗ വാക്കുകളുടെയും ഒക്കെ ആവേശ തിരതള്ളലിൽ ചില്ലറ മാറ്റങ്ങൾ ബാഹ്യമായി നമുക്കുണ്ടായി. അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമുക്കൊക്കെ അള്ളാഹു ഇഖ്ലാസും തഖ്വയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പക്ഷെ അതൊന്നും ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങാത്ത വേരുകളുള്ള ഒരു വൃത്തികെട്ട വൃക്ഷത്തിന് സമമായ നിലയിൽ നമ്മുടെ കാതുകളിൽ മാത്രം ഒതുങ്ങി നിന്നാൽ, അല്ലെങ്കിൽ നമ്മളൊക്കെ ഇപ്പോൾ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കാമല്ലോ, എല്ലാവരുടെയെങ്കിലും റെക്കോർഡുകളിൽ മാത്രം സൂക്ഷിക്കപ്പെട്ടാൽ അതിൻ്റെ അസറുകളൊന്നും ജീവിതത്തിൽ ഉണ്ടാകുന്നു. മാ ലഹാ മിൻ ഖറാർ, മാ ലഹാ മിൻ ഖറാർ. ഒരിക്കലും ജീവിതത്തിൽ പണ്ട് ഒരു കുറുക്കൻ ആഹാരം അന്വേഷിച്ചുകൊണ്ട് കറങ്ങി നടക്കുകയായിരുന്നു. കുറുക്കൻ ആഹാരം അന്വേഷിച്ചുകൊണ്ട് കറങ്ങണം. ഓരോ വീടുകളുടെ പിന്നിലൊക്കെ പോയിട്ട് അടുക്കളയിൽ നിന്നും പഴയ പാത്രത്തിൽ ഭക്ഷണത്തിൻ്റെ വേസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ തലയിട്ട് കഴിക്കുന്ന സ്വഭാവമായിരുന്നു കുറുക്കൻ. ഇപ്പം നമ്മുടെ നാട്ടിൽ ആ റോള് അഭിനയിക്കുന്നത് നായ്ക്കളാണ്, അന്നത്തെ കാലത്ത് കുറുക്കന്മാർ. അങ്ങനെ ഒരു വീടിൻ്റെ പുറകിൽ അദ്ദേഹം പോയി അന്വേഷിച്ചപ്പം ഒരു സ്ഥലത്ത് ഒരു കലം എന്നല്ല പറയുക, കുടുക്ക, ഞങ്ങളുടെ ഭാഷയിൽ ഒരു കുടുക്ക. ആ കുടുക്കയിൽ ഇരുട്ടത്ത് കാണാൻ കഴിയുന്നില്ല, നല്ല എന്തോ ഒരു സാധനം ഉള്ളതുപോലെ മനസ്സിലായി. പാവം അതിലേക്ക് തലയിട്ടപ്പോൾ അയാളുടെ തല അതിൽ കുടുങ്ങിപ്പോയി. ആ തല കുടുങ്ങിയ കുടവും കൊണ്ട് അയാൾ ഓടി, അങ്ങും ഇങ്ങുമൊക്കെ ഓടി. കുറെ ദൂരം പോയപ്പോൾ ആ കുടം പൊട്ടി. അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന വെള്ളം മുഴുവൻ അയാളുടെ ശരീരം മുഴുവൻ വെള്ളമായി. കുറച്ച് കഴിഞ്ഞ് നേരമൊക്കെ വെളുത്തപ്പോൾ നോക്കുമ്പോൾ സംഗതി ആളങ്ങ് മാറി. എന്താ സംഭവിച്ചത്? ഭക്ഷണത്തിൻ്റെ പാത്രമാണെന്ന് വിചാരിച്ച് തലയിട്ടത് ആ വീട്ടിലെ പെണ്ണുങ്ങൾ തലേന്നത്തെ ദിവസം തുണിയും കുപ്പായമൊക്കെ വെളുത്ത മുണ്ട് മുക്കാൻ വേണ്ടിയിട്ട് സൂപ്പർവെയിറ്റ് കലക്കി വെച്ചിരുന്നതാണ്. സൂപ്പർവെയിറ്റ് കലക്കി വെച്ചിരുന്നതാണ്. ആ കലക്കി വെച്ച സൂപ്പർവെയിറ്റിൻ്റെ കലമാണ് പൊട്ടിയിട്ട് അയാളുടെ ശരീരം മുഴുവൻ വീണത്. നേരം വെളുത്ത് നോക്കുമ്പം കുറുക്കന് ഒരു പുതിയ അവതാരം പോലെയായി. ഒരു പുതിയ അവതാരം അല്ലേ? കാട്ടിൽ കഴിയുന്ന കുറുക്കന്മാർക്ക് സൂപ്പർവെയിറ്റും ഇങ്ങനത്തെ ഈ നമ്മൾ മാറ്റി കൊണ്ടുവരുന്ന പുതിയ പുതിയ രീതികളൊന്നും അവർക്കറിയില്ലല്ലോ. അയാൾക്ക് ഭയങ്കര ആദ്യം പേടിയും ബേജാറും ഒക്കെ ആയെങ്കിലും കുറുക്കനാണല്ലോ. കുറുക്കൻ എന്ന് പറഞ്ഞാൽ കുരുട്ടുബുദ്ധിൻ്റെ ആശാനാണ് കുറുക്കൻ എന്ന് വിളിക്കുക. കുറുക്കൻ ഇങ്ങനെ ആലോചിച്ച് ഏതായാലും വീണത് വിദ്യയാക്കുക എന്ന് പറയുന്നില്ല, വീണത് വിദ്യയാക്കിക്കൊണ്ട് അയാൾ ഇങ്ങനെ ഈ പുതിയ അവതാരം പോലെ പുതിയ കളറും ഒക്കെ ആയിട്ട് അവരുടെ കൂട്ടത്തിൽപ്പെട്ട ചില ആളുകളുടെ മുമ്പിൽ പോയി പേടിപ്പോ പറയുന്നില്ല. ഇത് കേട്ടപ്പോൾ പുതിയ അവതാരത്തെ കണ്ടിട്ട് പാവങ്ങളെല്ലാം പേടിച്ചു. അവര് കൈകൂപ്പി, ഇത് എവിടുന്ന് വന്നതാ? അന്യഗ്രഹ ജീവിയാ, എവിടുന്ന് വന്നതാ? അയാൾ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ പുതിയ രാജാവാണ്, ഞാൻ പുതിയ രാജാവാണ്. ഇന്നു മുതൽ എല്ലാവരും എൻ്റെ പ്രജകളാണ്, ഞാൻ പറയും പോലെ കേട്ടോണം, സമയമാവുമ്പം എനിക്ക് കഴിക്കാനുള്ളതെല്ലാം കൊണ്ടുവന്ന് വെച്ചേരണം, അങ്ങനെയൊക്കെ പറഞ്ഞു. പാവങ്ങൾ അത് കേട്ട് വിശ്വസിച്ചു. മുന്നിൽ അടിയൻ എന്ന വിളിയോടുകൂടി കൈകൂപ്പി നിന്നു. കുറച്ച് ദിവസം രാജാവിനെ അങ്ങേയറ്റം വാഴ്ത്തി പുകഴ്ത്തി സേവിച്ച് ഹിദമത്തൊക്കെ എടുത്ത് കഴിഞ്ഞുകൂടി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാത്രി ഇടിയും വെട്ടി ഒരു ശക്തമായ മഴ പെയ്തു. ഒരു ദിവസം ഇടിയും വെട്ടി ശക്തമായ, ഇത് കഥയാണ് കേട്ടോ, കഥയിൽ ചോദ്യമൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ സൂപ്പർവെയിറ്റ് പണ്ട് കാലത്ത് ഉണ്ടായിനോ, അല്ല മഴ പെയ്ത സൂപ്പർവെയിറ്റ് പോവോ ഒന്നും ചോദിക്കുക. അതിനു വേണ്ടി ഒന്നും ആരും മെനക്കെടരുത്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ പറയുന്നത്. കുഴപ്പമെന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു കഥ പറയുമ്പോൾ ആ കഥയിലൂടെ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അതല്ല നോക്കുക. എന്നാ അറിയാം, പറഞ്ഞതിനകത്ത് എവിടെയെങ്കിലും ലൈഫായ രൂപായത്തുണ്ടോ, അതെവിടുന്നാ പിടുത്തം കിട്ടുക, അതാരോടെ ചോദിക്കുക, അതെന്താ അങ്ങനെ അങ്ങോട്ടാണ് നമ്മളെ ചിന്ത പോവുക. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നത്, ഇത് കഥയാണ്, കഥമായിട്ട് കേട്ടാൽ മതി. ഒരു മഴ പെയ്തപ്പോൾ ആ ശക്തമായ മഴയിൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന കളറെല്ലാം ഒലിച്ചുപോയി. നോക്കുമ്പോൾ പഴയ കുറുക്കൻ
ഭക്ഷണമൊക്കെ എടുത്തുകൊണ്ട് പ്രജകൾ രാജാവിനെ തൊഴാൻ വേണ്ടിയിട്ട് വന്നു നോക്കുമ്പോൾ, കടാ നീ നമ്മൾ ഇത്രയും കാലം കളിപ്പിച്ചതല്ലേ, കുറച്ച് ദിവസം പള്ളിയിൽ പോയി നിസ്കരിച്ച് താടി പഠിക്കാൻ സമയം കിട്ടാണ്ട് ലേശം താടിയൊക്കെ പുറത്തേക്ക് വന്ന് ഒരു തൊപ്പിയും തലയിലിട്ട് ചില്ലറ നിസ്കാരവും നോമ്പും പരിപാടിയൊക്കെ ആയിട്ട് നീ ഇവിടെ വന്നപ്പോൾ, നീ നമ്മളെ പഴയ ആൾ തന്നെ ആണല്ലേ എന്ന ആളുകൾക്ക് ബോധ്യപ്പെട്ടു. അതുപോലെ അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമുക്ക് റമദാനിൻ്റെ പേരിൽ കുറേ അമലുകൾ, ആ അമലിൻ്റേതായ ചില ലക്ഷണങ്ങൾ, ആധാറുകൾ, അള്ളാഹു നമ്മുടെ ഈ അമലുകളൊക്കെ പ്രതിഫലം കിട്ടുന്ന നിലയിൽ ഇഖ്ലാസോടുകൂടി ആക്കി തീർക്കാൻ തൗഫീഖ് തരുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കാവലും തൗഫീഖും ഇല്ലെങ്കിൽ പെരുന്നാളിൻ്റെ അന്നത്തെ ദിവസം നമ്മളുടെ മീതെ ശക്തമായൊരു മഴ പെയ്യും, ആണല്ലോ അല്ലേ? ശക്തമായൊരു മഴ. സന്തോഷത്തിൻ്റെ ദിവസമാണ്, സന്തോഷിക്കൽ സുന്നത്താണെന്നൊക്കെ പറഞ്ഞ് വിശ്വസിക്കുന്ന മുസ്ലിം ഉമ്മത്ത് അന്നത്തെ രാവിലെ അങ്ങ് സന്തോഷം തുടങ്ങും. ആ സന്തോഷം കഠിനമായ സന്തോഷമാവും. ചിലപ്പോൾ അതിരുകളൊക്കെ ലംഘിക്കും. 30 ദിവസക്കാലം രാത്രി മൊത്തം ഉറക്കമൊഴിഞ്ഞിട്ടും പകല് മൊത്തം പട്ടിണി ഇരുന്നിട്ടും കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത ഈ ഓജസ്സും തേജസ്സും ഒക്കെ ഒറ്റ പെരുന്നാൾ മഴ കൊണ്ട് അങ്ങ് വൃത്തിയാവും. അള്ളാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കുമാർ, വൃത്തിയാവും. പ്രിയപ്പെട്ടവരെ, അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് അൻസല മിനസ് സമാഇ മാഅ فسالت أودية بقدرها فاحتمل السيل زبدا رابيا ومما يوقدون عليه في النار ابتغاء حلية أو متاع زبد مثله. الله പറയാ أنزل من السماء ماء, ആകാശത്ത് നിന്നും മഴ പെയ്യുന്നു, ശക്തമായ നിലയിൽ വെള്ളം കുത്തിയൊലിക്കുന്നു. ഫസാലത് ഔദിയതും ബിഖദരിഹാ, അതിങ്ങനെ നിറഞ്ഞൊഴുകുകയാണ്. എവിടെ നോക്കിയാലും വെള്ളം ശക്തമായി കുത്തിയൊഴുകും. ഫസാലത് ഔദിയതും ബിഖദരി ഫഹ്തമല السيل زبد الرابيا, ആ ശക്തമായ നിലയിൽ വെള്ളം ഒഴുകി പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, അതിൻ്റെ മീതെ പലതും കാണാം. ആ കൂട്ടത്തിൽ കുറെ കുമിളകളും കാണും. അള്ളാഹു പറയാ ഫഹ്തമല السيل زبد الرابيا ومما يوقدون عليه في النار ابتغاء حلية أو متاع زبد مثله. അള്ളാഹു പറയാ ഇതുപോലെയാണ് ചിലപ്പോൾ നമ്മളുടെ ഈ ആവേശത്തിൻ്റെ, ആ റമദാന് പോലെയുള്ള പ്രത്യേകമായ സീസണിലുള്ള നമ്മളുടെ അമലുകളുടെ പേരിൽ നമുക്കുണ്ടാകുന്ന ചില കുമിളകളായി ഒരിക്കലും ഇത് അവശേഷിക്കരുത്. കുമിളകളുടെ അവസ്ഥ എന്താ? കുറച്ച് ഫഹ്തമല السيل زبد الرابيا ومما يوقدون عليه في النار ابتغاء حلية أو متاع زبد مثله. അള്ളാഹു പറയാണ് ഇങ്ങനെയുള്ള താൽക്കാലികമായ ആവേശത്തിന്റെ പേരിലുള്ള അസറുകൾ അത് കുറച്ച് സമയം കഴിയുമ്പോഴങ്ങ് ഇല്ലാണ്ടായി പോവും. ഒരിക്കലും അങ്ങനെയാകരുത്. പിന്നെയോ നേരത്തെ നമ്മൾ കേട്ട സഹബാക്കളായ മഹാന്മാര് എന്തുകൊണ്ടാണ് സ്വർഗം കൊണ്ട് ഭൂമിയിൽ ജീവിച്ചപ്പോൾ സന്തോഷ വാർത്ത അറിയിച്ചത്? അവരുടെ മുമ്പിൽ ദുനിയാവിൻ്റെ എത്ര വലിയ പ്രലോഭനങ്ങൾ, ഇനി എത്ര വലിയ പ്രകോപനങ്ങൾ, എത്ര വലിയ പീഡനങ്ങളോ അല്ലെങ്കിൽ എത്ര വലിയ പ്രീതിപ്പെടുത്തലുകളോ അവരുടെ മുമ്പിൽ സമർപ്പിച്ചാലും അതൊന്നും വകവെക്കാതെ അവർ ഉൾക്കൊണ്ട ഈമാനിന്റെ പേരിൽ, അമലുകളുടെ പേരിൽ, ആഖിറത്തിലെ വിശ്വാസത്തിന്റെ പേരിൽ ഉറച്ചു നിന്നു. പരിശുദ്ധ റമദാനിന്റെ ഈ പുണ്യമായ അമലുകളിലൂടെ നമുക്കും അപ്രകാരം മരിക്കുന്നത് വരെ, അവസാന ശ്വാസം വരെ ഉറച്ചു നിൽക്കാൻ ഭാഗ്യം കിട്ടിയാൽ രക്ഷപ്പെട്ടു, അൽഹംദുലില്ലാ. കബൂലായി, രക്ഷപ്പെട്ടു, അൽഹംദുലില്ലാ. ഞാൻ തമാശയ്ക്ക് നമ്മളെ കുട്ടികളോട് പറയാറുണ്ട്, പണ്ട് ഒരു പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി ആളുകളെല്ലാം കുറഞ്ഞു. പള്ളി നിസ്കരിക്കാൻ ആൾ ഉറക്കം വരുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഉറങ്ങാൻ പാടില്ല, ഇന്ന് അവസാനത്തെ രാത്രിയല്ലേ. പള്ളിയിൽ നിസ്കരിക്കാൻ ആൾ കുറഞ്ഞപ്പം ബുദ്ധിമാനായ ഉസ്താദ് ഒരു ഹിക്മത്ത് പ്രയോഗിച്ചു. ഹിക്മത്ത് എന്താ പ്രയോഗിച്ചെന്ന് പറഞ്ഞാൽ, ഉസ്താദ് പറഞ്ഞു, നാട്ടുകാർ സാധാരണക്കാരാണ്, കൃഷിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ആളുകളാണ്. ഉസ്താദ് ഒരു ബോർഡ് പുറത്തെഴുതി വെച്ചു, ഇന്ന് മുതൽക്ക് അല്ലെങ്കിൽ നാളെ രാവിലെ മുതൽക്ക് 40 ദിവസം സുബഹി നമസ്കാരം എൻ്റെ പിന്നിൽ ജമാഅത്തായി അവൽ തക്ബീറിൽ പങ്കെടുത്ത് നമസ്കരിക്കുന്നവന് പള്ളി കമ്മിറ്റിയുടെ വകയായിട്ട് ഒരു തടിച്ചു കൊഴുത്ത പോത്ത് സമ്മാനമായി കൊടുക്കും. അന്നത്തെ കാലത്തെ ആളുകൾക്കാണ്. ഇന്ന് പോത്തിനെ കൊടുക്കാന്ന് പറഞ്ഞാൽ പോത്തിനെ കൊടുക്കാന്ന് പറഞ്ഞാൽ ആർക്ക് വേണം പോത്തല്ലേ? ഈ സമുദായത്തിലെ പുതിയ തലമുറയ്ക്ക് എന്തിനാ പോത്ത്? 40 ദിവസം കൃത്യമായ നിലയിൽ എൻ്റെ പിന്നിൽ ജമാഅത്തായി നമസ്കരിച്ചാൽ ഞാനൊരു തടിച്ചു കൊഴുത്ത പോത്തിനെ കൊടുക്കുമെന്ന് അദ്ദേഹം ഓഫർ പറഞ്ഞു. അടുത്ത ദിവസം പള്ളിയിൽ കുറച്ച് തിരക്കൊക്കെ ഉണ്ടായി.
ഒരു ദിവസം തിരക്ക്, 2 ദിവസം തിരക്ക്. റമദാനിൻ്റെ തുടക്കത്തിൽ 2-3 ദിവസം ഭയങ്കര തിരക്ക്, പിന്നെ തിരക്ക് ഇങ്ങനെ കുറഞ്ഞു വരും. പിന്നെ തിരക്ക് കൂടണമെങ്കിൽ 27 രാവോട് അടുക്കണം, അങ്ങനെയാണല്ലോ. അതുപോലെ ആദ്യം കുറച്ച് ദിവസത്തെ തിരക്കുകൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം തിരക്ക് കുറഞ്ഞ് ആളുടെ എണ്ണം കുറഞ്ഞു. 10 ആളായി, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ 8 ആളായി, 7 ആളായി, 9 ആളായി, അങ്ങനെ കുറഞ്ഞു. അവസാനം 37 ദിവസമൊക്കെ ആയപ്പോഴേക്കും ഒറ്റൊരാൾ മാത്രമേ ഉള്ളൂ. ഒറ്റൊരാൾ. ആ ഒറ്റൊരാൾ മാത്രമായപ്പോൾ ഉസ്താദിന് ഭയങ്കര അയാളോട് സ്നേഹമായി. കാരണം ഇത്രയും പേര് വന്ന് മത്സരിക്കാൻ നിന്നിട്ട് എല്ലാവരും ഓടി തളർന്ന് പരാജയപ്പെട്ടു പോയി, ഒരുത്തനെങ്കിലും ജയിച്ചല്ലോ. അവനോട് ഭയങ്കര സന്തോഷമായി. ആ സന്തോഷത്തോടു കൂടി ആ ലാസ്റ്റ് ദിവസത്തെ സുബഹിക്ക് ശേഷം ഇവനെ കെട്ടിപ്പിടിച്ച് അനുമോദിച്ച് അഭിനന്ദിച്ച് കൺഗ്രാജുലേഷനൊക്കെ പറഞ്ഞ്. അപ്പം അവൻ പറഞ്ഞു, പോത്ത് കൊടുക്ക്. അപ്പോൾ ഉസ്താദ് പറഞ്ഞു, മോനെ ഞാൻ വെറുതെ ഒരു കാര്യം പറഞ്ഞെന്നല്ലേ ഉള്ളൂ, പോത്ത് കൊടുക്കാനും വാങ്ങാനും ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. പിന്നെ നാട്ടുകാർക്കൊരു ആവേശം ഉണ്ടായിക്കോട്ടെ, എല്ലാവരും വന്ന് നിസ്കരിച്ചോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ വെറുതെ പറഞ്ഞതാ. എനിക്കിപ്പോൾ ഒരു പോത്തിനൊക്കെ വാങ്ങിത്തരാൻ കഴിയും, ഞാൻ ഒരു സാധാരണ പള്ളിയിലെ ഉസ്താദല്ലേ, പോത്തിനൊന്നും വാങ്ങിത്തരാനൊന്നും കഴിയില്ലടോ എന്ന് പറഞ്ഞു. ഇവൻ പറഞ്ഞു, എനിക്ക് അന്ന് നിങ്ങൾ ഓഫർ പറയുമ്പോഴേ അറിയാം, മൂലയന്മാരെ ഒരിക്കലും വിശ്വസിക്കരുത്, ഒരിക്കലും പറഞ്ഞത് ഒരു വില ഉണ്ടാവില്ല എന്ന് എനിക്ക് നല്ലോണം അറിയാം. അതുകൊണ്ട് എന്നെ പറ്റിക്കാമെന്ന് വിചാരിക്കണ്ട. ഞാൻ ഈ 40 ദിവസം ഒളിവില്ലാണ്ടാണ് നിസ്കരിച്ചത്. 40 ദിവസം ഒളിവില്ലാണ്ടാണ് നിസ്കരിച്ചത്. എന്നെ പറ്റിക്കാനൊന്നും കഴിയില്ല. പ്രിയപ്പെട്ടവരെ, നേരെ തിരിച്ച് ആദ്യത്തെ ദിവസങ്ങളിൽ ആവേശത്തിൽ പങ്കെടുത്തിരുന്ന ആളുകളെല്ലാം പോയി ഒറ്റൊരാൾ മാത്രം ബാക്കിയായി. ഉസ്താദിന് ഭയങ്കര സന്തോഷമായി. ഉസ്താദ് ഈ മനുഷ്യനെ കെട്ടിപ്പിടിച്ച് ഉമ്മം കൊടുത്ത്, നീയെങ്കിലും ഒരാൾ എനിക്ക് കിട്ടിയല്ലോ മൗമുമായിട്ട്, അതുകൊണ്ട് ഞാൻ നിനക്ക് ഓഫർ പറഞ്ഞ പോത്ത് ഇതാ പുറത്തുണ്ട്, എടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ മനുഷ്യൻ ഉസ്താദിൻ്റെ കൈ കയറി കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ, എനിക്ക് ആ പോത്തിന് ആവശ്യമില്ല. ഞാൻ നിസ്കരിക്കാൻ തുടങ്ങിയത് പോത്തിന് വേണ്ടിയായിരുന്നു. പക്ഷെ നിസ്കരിച്ച് എൻ്റെ മനസ്സ് മാറി. എനിക്ക് ഇനി പോത്തും വേണ്ട, ദുനിയാവിൻ്റെ ഒരു വസ്തുവും വേണ്ട. ഞാൻ എൻ്റെ റബ്ബിന് വേണ്ടിയാണ് ഇനി നിസ്കരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, റമദാൻ നമ്മളോട് വിട ചോദിക്കുമ്പോൾ അതിൻ്റെ അവസാന രാവുകളിൽ ആവേശത്തോടു കൂടിയോ ആശങ്കയോടുകൂടിയോ അള്ളാഹുവിങ്കിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങാൻ നമ്മൾ പ്രയാസപ്പെടുമ്പം നമ്മുടെ ജീവിതത്തെക്കുറിച്ചിട്ട് നമ്മൾ നന്നായി ഒരു ആത്മപരിശോധന നടത്തണം. ഈ അമലുകൾ, ഇത്രയും ദിവസം നമ്മൾ ചെയ്ത അമലുകൾ, ഇത്രയും ദിവസം നമ്മൾ കേട്ട വഅദ്, നസീഹത്ത്, ഉറുദികൾ നമ്മുടെ ഹൃദയത്തിൽ എന്ത് മാറ്റം ഉണ്ടാക്കി, ഹൃദയത്തിൽ മാറ്റം ഉണ്ടായോ ഇല്ലേ എന്നുള്ളത് നമ്മുടെ ജീവിതത്തെ കൊണ്ട് തെളിയിക്കാൻ നമുക്ക് സാധിക്കണം. ജീവിതം കൊണ്ട് തെളിഞ്ഞോളൂ. അതിന് നമ്മൾ തെളിയിക്കൊന്നും വേണ്ട. നമ്മൾ ഇവിടുന്ന് ഇറങ്ങി പുറത്തു പോയി നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാരോടുള്ള സംസാരത്തിൽ തെളിയും നിന്റെ നോമ്പ് കബൂലായോ ഇല്ലേ എന്നുള്ളത്. മക്കളോടുള്ള പെരുമാറ്റത്തിൽ തെളിയും നിന്റെ നോമ്പ് കബൂലായോ, നിന്റെ നിസ്കാരം കബൂലായോ എന്ന് തെളിയും. അള്ളാഹു നമുക്ക് അമൽ ചെയ്യാൻ തൗഫീഖ് തരുമാറാകട്ടെ. നമ്മൾ വീട്ടിൽ പോകുമ്പം ഭാര്യമാരോട് സലാം പറയണം, മക്കളോട് സലാം പറയണം. ഭാര്യമാർക്ക് മുസാഫാത്ത് കൊടുക്കണം, മക്കൾക്ക് മുസാഫാത്ത് കൊടുക്കണം. എന്തിനാണ് ഞാൻ അങ്ങനെ പറയുന്നത്? നമുക്ക് അങ്ങനെ അറിയില്ല. നമ്മൾ പള്ളിയിൽ വരുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈ കൊടുക്കും, മുസാഫാത്ത് കൊടുക്കും. ചിലപ്പോൾ ഒക്കെ എൻ്റെ കൈ ഒന്ന് ചില സഹോദരങ്ങൾ കെട്ടിപ്പിടിച്ച് മുത്തും, സ്നേഹത്തിൻ്റെ പേരില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ മുത്തേണ്ടത് ആരെയാണ്? നമ്മൾ കൈ കൊടുക്കേണ്ടത് ആർക്കാണ്? നമ്മൾ സലാം പറയേണ്ടത് ആർക്കാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇബ്നു അബ്ബാസിനോട് പറഞ്ഞു, മോനെ, നീ വീട്ടിൽ പോയാൽ സല്ലിം അല അഹ്ലിക, നീ നിന്റെ വീട്ടുകാരോട് സലാം പറയണം. തകുൻ അലൈക വഅല അഹ്ലിക ബറക്കത്തൻ ഔ കമാ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം. നിനക്കും നിന്റെ വീട്ടുകാർക്കും അതുകൊണ്ട് ബറക്കത്തുണ്ടാകും. ഞാൻ കുറച്ച് നിങ്ങളോട് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. ഞാൻ ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ വേണ്ടി പോയപ്പോൾ ഇതുപോലെ സദസ്സിലേക്ക് കയറുമ്പോൾ കുറേ ആളുകൾ ഓടി വന്നിട്ട് കൈപിടിച്ചു മുത്തി. ചില ആളുകൾ നെറ്റിയിൽ മുത്തും. ഉലമാക്കളുടെ നെറ്റിയിൽ മുത്തുന്നത് സുന്നത്താണെന്ന് അഭിപ്രായമുണ്ട്. ചില ആൾ നെറ്റിയിലൊക്കെ മുത്തും. വളരെ സന്തോഷമായി. മുത്തം കിട്ടുമ്പോൾ ഒക്കെ ഭയങ്കര സന്തോഷമാവും. മുത്തമൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ കസേരയിലിരുന്ന് അവരോട് പ്രസംഗിക്കേണ്ടത് കുടുംബജീവിതത്തെക്കുറിച്ചിട്ടാണ്. ഞാനന്ന് പ്രസംഗം തുടങ്ങിയത്, സഹോദരങ്ങളെ, നിങ്ങൾ എന്നെ സ്നേഹിച്ചതിന് നന്ദി, എൻ്റെ കൈമുത്തിയതിന് 1000 നന്ദി, എൻ്റെ നെറ്റിയിൽ മുത്തം തന്നതിന് 1000 നന്ദി. പക്ഷേ നമ്മൾ യഥാർത്ഥത്തിൽ ഈ കൈമുത്തേണ്ടത് ആരുടേതാണെന്നറിയാം. നമ്മൾ ഇമാം ഷാഫി കാലുമുത്തിയ കാര്യം പണ്ട് പറഞ്ഞില്ലേ? നിങ്ങൾ വീട്ടിൽ പോയാൽ നിങ്ങളുടെ ഉമ്മമാരുണ്ടെങ്കിൽ ആ ഉമ്മമാരുടെ നെറ്റിയിൽ ഒരു മുത്തം കൊടുക്കണം. ഉമ്മമാരുണ്ടെങ്കിൽ അവരുടെ കൈ പിടിച്ചൊരു മുത്തം കൊടുക്കണം. നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാർക്ക് മുത്തം കൊടുക്കണം. നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് മുത്തം കൊടുക്കണം. നിങ്ങൾ നിങ്ങളുടെ മക്കളെ മുത്തം കൊടുക്കണം. സുന്നത്താണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്താണ്. ഒന്നും കൂടെ പറഞ്ഞേക്കാം, ഞാൻ കണ്ണൂരിൽ ഒരു വലിയ സദസ്സിൽ മുത്തത്തെക്കുറിച്ച് പ്രസംഗിച്ചു. അങ്ങനെ ഉണ്ടോ? മുത്തത്തെക്കുറിച്ച് പ്രസംഗിണ്ടോ?
ഉണ്ടോ? മുത്തം കൊടുക്കുന്നതിനെ കുറിച്ച് ഉണ്ടോ? ഹദീസിലുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ തൊട്ടടുത്തുള്ള അയൽ രാജ്യത്തിന്റെ നാട്ടുരാജാവായ ഒരാൾ വന്നു സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, റസൂലുള്ള വലിയ മഹാനായ ഭരണാധികാരിയല്ലേ, പഴയതുപോലല്ലോ, ഇപ്പൊ ഭയങ്കര ഭരണാധികാരിയല്ലേ. അയൽ രാജ്യത്തിന്റെ അധിപൻ വന്നിരുന്ന് ഇങ്ങനെ ഔദ്യോഗികമായ ചർച്ചയും സംസാരവും ഒക്കെ നടക്കുന്നതിന്റെ ഇടയിൽ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ രണ്ടുപേരും വരുന്നു. ആ ഭരണാധികാരിയുടെ മടിയിൽ കയറി കളിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് റസൂലുള്ള പൊക്കിയെടുത്തിട്ട് അവർക്ക് മുത്തം കൊടുക്കുന്നു, ഉമ്മം കൊടുക്കുന്നു, അല്ലെ, ഉമ്മം കൊടുക്കും. അപ്പൊ ഈ വന്ന മനുഷ്യൻ അത്ഭുതത്തോടു കൂടി ചോദിച്ചു, എന്തെന്നായി കാണുന്നത്? നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ഇങ്ങനെ ഉമ്മം കൊടുക്കുമോ എന്ന് ചോദിച്ചു. നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ഇങ്ങനെ ഉമ്മം കൊടുക്കുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അതെ, ഞങ്ങൾ ഞങ്ങളുടെ മക്കൾക്ക് അങ്ങനെയാണ്, ഉമ്മം കൊടുക്കും, മുത്തം കൊടുക്കും, സ്നേഹിക്കും, കളിപ്പിക്കും, അത് ഞങ്ങളുടെ സംസ്കാരമാണ്. അപ്പൊ ആ വന്ന മനുഷ്യൻ പറഞ്ഞു, അള്ളാഹുവിനെ തന്നെയാണ് സത്യം, എനിക്ക് 10 മക്കളുണ്ട്, ഞാൻ ഇന്ന് വരെ ഒരുത്തന് ഒരു ഉമ്മയും കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. വലിയ കാര്യമായി പോയി. അയാൾ പറഞ്ഞ വാക്കാണ്, എനിക്ക് 10 മക്കളുണ്ട്, അള്ളാഹുവിനെ തന്നെയാണ് സത്യം, ഇന്ന് വരെ ഞാൻ ഒരു മക്കൾക്കും ഒരു ഉമ്മയും കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. അത് ഈ ഹദീസുകളൊക്കെ ഉദ്ധരിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പറഞ്ഞെന്നറിയോ? നിന്റെ മനസ്സിൽ നിന്നും കൃപയും കാരുണ്യവും എടുത്തു കളഞ്ഞത്, പടച്ചവൻ എടുത്തു കളഞ്ഞതിന് ഞാൻ എന്ത് ചെയ്യാനാന്ന് ചോദിച്ചു. ഹൃദയത്തിലുണ്ടാകണ്ടേ കാരുണ്യം, ഹൃദയത്തിലുണ്ടാകണ്ടേ വാത്സല്യം, ഹൃദയത്തിലുണ്ടാകണ്ടേ സ്നേഹം. ഇതൊക്കെ ഇങ്ങനെ മുത്തത്തിന്റെ മഹാത്മ്യത്തെ കുറിച്ചിട്ട് ഒരു സദസ്സിൽ ഞാൻ പ്രസംഗിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു സഹോദരൻ, കേൾക്കുന്നുണ്ടോ? എല്ലാവരും കേൾക്കുന്നുണ്ടോ? അദ്ദേഹം മാത്രം കേൾക്കരുത്, സൗണ്ട് കുറച്ച് ഞാൻ പറയാം. അദ്ദേഹം എന്നെ വന്ന് കൈ പിടിച്ചിട്ട് അങ്ങോട്ട് മാറ്റോ, മൗലവി സാർ, എന്നെ മൗലവി സാർ, ഐ ആം നൗ 86 years. എന്നിട്ട് പറഞ്ഞു, ഡാഷിന്റെ മോള് ഇന്ന് വരെ എനക്കൊരു ഉമ്മൻ തന്നിട്ടില്ല മൗലവി സാർ. ഡാഷിന്റെ മോള് ഇന്ന് വരെ 86 years എന്ന് പറഞ്ഞാൽ എത്രയായി? 86 വയസ്സായി. ഞാൻ പറഞ്ഞു, പടച്ചോനെ, എൻ്റെ വാപ്പ മരിച്ചത് 78ാമത്തെ വയസ്സിലാണ്. അപ്പം എൻ്റെ വാപ്പനെക്കാട്ടി പ്രായമുള്ളൊരു മനുഷ്യൻ എന്നോട് പറയാം, ഡാഷിന്റെ മോള് ഇന്ന് വരെ എനിക്കൊരു ഉമ്മൻ തന്നിട്ടില്ല. ഞാൻ പറഞ്ഞു, സംഗതി എൻ്റെ വാപ്പയുടെ വയസ്സ്, വാപ്പാനെക്കാട്ടി വയസ്സും എൻ്റെ ഇരട്ടി വയസ്സും ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ആജിക്കാക്ക് ദേഷ്യവും തോന്നരുത്, ഈ പറഞ്ഞ ഡാഷിന്റെ മോക്ക് അങ്ങോട്ട് ഇതുവരെ ഒന്ന് കൊടുത്തിനാ? 86 വയസ്സിൻ്റെ ഇടയ്ക്ക് ഡാഷിന്റെ മോക്ക് അങ്ങോട്ടൊന്ന് കൊടുത്തിനോ? അവൻ്റെ മറുപടി ഇല്ല അദ്ദേഹത്തിന്. പ്രിയപ്പെട്ടവർ, ഞാൻ പറയുന്നത് എന്താണെന്നറിയോ? ഞാൻ പറയുമ്പോൾ നിങ്ങളിത് തമാശ പറയാണോ, ഖത്മുൽ ഖുർആൻ ഇരുത്തിയിട്ട് ഇങ്ങനെയൊക്കെയാണോ പറയുന്നതൊക്കെ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ചിന്തിക്കണ്ട. നമ്മൾ പ്രിയപ്പെട്ടവരെ, ഈ ഓതി തീർത്ത ഖത്മുൽ ഖുർആനും നമ്മൾ നിസ്കരിച്ച നിസ്കാരവും നമ്മൾ ചെയ്ത മറ്റ് അമലുകളും ഒക്കെ ഫലപ്പെട്ടോ ഇല്ലേ എന്ന് അറിയുന്ന എവിടാന്നറിയോ? നമ്മൾ നമ്മുടെ ഭാര്യമാരെ കാണുമ്പോഴറിയും, മക്കളെ കാണുമ്പോഴറിയും, പാർട്ട്നേഴ്സിനെ കാണുമ്പോൾ അറിയും, കച്ചവട കടയിലോ മറ്റോ പോയിരുന്നിട്ട് വരുന്ന കസ്റ്റമേഴ്സുമായിട്ടുള്ള നമ്മുടെ ഡീലിങ്ങിൽ അറിയും. അവിടെയാണ് അറിയേണ്ടത്. അല്ലാതെ മിമ്പറിലും മെഹ്റാബിലും മുസല്ലയിലും പള്ളിയുടെ ഉള്ളിലും ഇത്തിക്കാഫിലും ഒന്നും നമ്മളുടെ ദീൻ പ്രകടമാവുകയില്ല. അത് പിന്നെ അതിനായിട്ട് നമ്മൾ കച്ചകെട്ടി ഇറങ്ങി കോലം കെട്ടി വേഷം കെട്ടി ഒതു കൊടുത്ത് വരുന്നതല്ലേ. ഇവിടെ പ്രകടിപ്പിക്കുന്ന പണികൾക്കല്ല ദീൻ എന്ന് പറയുന്നത്. ദീൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പള്ളിക്ക് വെളിയിൽ നമ്മുടെ ഭാര്യ, മക്കൾ, കച്ചവടം, ഇങ്ങനെയൊക്കെയുള്ള മേഖലകളിൽ നമ്മളിൽ നിന്നും പ്രകടമാകുന്ന നന്മയാണ് ദീൻ എന്ന് പറയുന്നത്. അതുണ്ടോ ഇല്ലേ എന്ന് നോക്കിയിട്ടാണ് റമളാനിന്റെ പേരിൽ അള്ളാഹു നമുക്ക് കബൂലിയത്ത് തരിക. അള്ളാഹു തആല നമുക്കൊക്കെ ആ നിലയിൽ ജീവിതം നന്നാക്കാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈമാൻ സഹിഹാക്കണം, വിശ്വാസം നന്നാക്കണം. അതിനുവേണ്ടി നമ്മൾ പണിയെടുക്കണം. അത് പറയണം കേൾക്കണം. അങ്ങനെ വിശ്വാസം നന്നാക്കണം. നമ്മുടെ അമലുകൾ നന്നാകണം. അമലുകൾ നന്നാകാൻ വേണ്ടി നമ്മൾ അധ്വാനിക്കണം. പിന്നെ നമ്മളുടെ മുആമലാത്ത് നന്നാകണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊടുക്കൽ വാങ്ങലുകൾ, കച്ചവടാദി ക്രയവിക്രയങ്ങൾ നന്നാകണം. അത് നിർബന്ധമാണ്. തൊപ്പി ഇട്ടിട്ട്, താടി വെച്ചിട്ട്, കമീസ് ഇട്ടിട്ട്, പള്ളിയിൽ പോയിട്ട്, ഈത്തിക്കാഫിരുന്നിട്ട് കച്ചവടത്തിൽ കപടം നടത്തിയാൽ, അല്ലേ, കാപട്യം കാണിച്ചാൽ, തരികട കളിച്ചാൽ, വാങ്ങിയാൽ കൊടുക്കാതിരുന്നാൽ, വാക്ക് പറഞ്ഞാൽ പാലിക്കാതിരുന്നാൽ അവൻ വലിയ പാപിയായി മാറുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കണം, നമ്മുടെ ഇടപാടുകൾ ശ്രദ്ധിക്കണം. ഈമാൻ ശ്രദ്ധിക്കണം, അമലുകൾ ശ്രദ്ധിക്കണം, ഇടപാടുകൾ ശ്രദ്ധിക്കണം. അതുപോലെ നമ്മുടെ ബന്ധങ്ങൾ നന്നാക്കണം. എല്ലാവരോടുമുള്ള നമ്മുടെ ബന്ധങ്ങൾ മാനമായ നിലയിൽ മര്യാദയോടുകൂടി കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കണം. ബന്ധങ്ങൾ മുറിയരുത്. ബന്ധങ്ങളെ താലോലിക്കണം, കാത്തു സൂക്ഷിക്കണം, അതിനെ പരിലാലിക്കണം. 5-ാമതായി നമ്മുടെ അഖ്ലാഖ് നന്നാകണം, സ്വഭാവം നന്നാകണം. ഞാനിപ്പോൾ ഖത്മുൽ ഖുർആന്റെ സദസ്സിൽ നിങ്ങളോട് പറയുന്ന ഒരു ചെറിയ ഉപദേശം പോലെ നിങ്ങൾ കേട്ടോളൂ. 5 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. എത്ര കാര്യം? 5 കാര്യങ്ങൾ. ശ്രദ്ധിക്കാന്ന് പറഞ്ഞാൽ വർത്താനം കേൾക്കുമ്പോൾ ശ്രദ്ധിക്കലല്ല. ഇനിയുള്ള ദിവസങ്ങളിൽ ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ നമുക്ക് നേതൃത്വം നൽകുന്ന ഉലമാഇന്റെ പിന്നിൽ കൈകെട്ടി നമ്മളോടൊപ്പമുള്ള സഹോദരങ്ങൾ ഒന്നിച്ചിരുന്നു കൊണ്ട് ഒരു കൂട്ടായ ശ്രമം നടത്തണം 5 കാര്യങ്ങൾക്ക് വേണ്ടി. 1,
നമ്മുടെ ഈമാനിയാത്ത് ശരിയാകണം, വിശ്വാസപരമായ കാര്യങ്ങൾ ശരിയാകണം. 2 നമ്മളുടെ അമലിയാത്ത് നന്നാകണം, അമലുകൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ നന്നാകണം. 3-മത്തേത് നമ്മുടെ മുആമലാത്ത് ശരിയാകണം, നമ്മുടെ കൊടുക്കൽ വാങ്ങലുകളും കച്ചവടാദി ക്രയവിക്രയങ്ങളും നന്നാകണം. 4-മത്തേത് നമ്മുടെ ബന്ധങ്ങൾ നന്നാകണം, കുടുംബബന്ധം, സ്നേഹബന്ധം, അയൽബന്ധം ഒക്കെ നന്നാകണം. 5-മതായി അഖ്ലാഖ് നന്നാകണം, സ്വഭാവം നന്നാകണം. എല്ലാവരോടും ചിരിക്കണം, എല്ലാവരോടും സലാം പറയണം, ആര് സലാം പറഞ്ഞാലും മടക്കണം, ആരോടും മോശമായ വർത്തമാനം പറയരുത്. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ ദീൻ എന്ന നിലയിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. അള്ളാഹു എനിക്ക് നിങ്ങൾക്കും അതിന് തൗഫീഖ് തരുമാറാകട്ടെ. ആ നിലയിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന നല്ല അടിമകളായി, നല്ല മുസ്ലിമീങ്ങളായി, നല്ല മനുഷ്യരായി അള്ളാഹു നമ്മളെയൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാൻ നമ്മളോട് വിട പറയുമ്പോൾ ഈ നിലയിൽ പഠിച്ച് പാസ്സായ നല്ല വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് തന്നിട്ട് റമദാൻ നമ്മളെ വിട്ടിട്ട് പോകുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ അവസാനത്തെ 10 ഇത്തിക്കാഫിരിക്കാൻ വേണ്ടിയിട്ട് വരുന്ന കുറേ കൊച്ചുകുട്ടികളുണ്ട്. നാട്ടുകാർ കുട്ടികളാണ്. എപ്പോഴും ആ കുട്ടികളെ കുറിച്ച് എല്ലാവരും ഭയങ്കര പരാതിയാണ്. അങ്ങോട്ട് പോടാ, ഇങ്ങോട്ട് പോടാ, ഓർഡറാ ചാട്ടാ എന്നൊക്കെ ആളോട് ബഹളവും. നമ്മൾ അങ്ങനെ പുതിയ തലമുറയിൽ വരുന്ന കൊച്ചുകുട്ടികളെ ആട്ടി പുറത്താക്കിയാൽ പിന്നെ അവർ പള്ളിക്ക് പുറത്താവൂലേ? നാളെ ഈ ഇരിക്കുന്നത് പോലെ ആലിമീങ്ങളുടെ മുമ്പിൽ പ്രസംഗം കേൾക്കാൻ ഇരിക്കേണ്ടവർ അവരല്ലേ? നിങ്ങൾ ഇന്ന് അവരെ വേണ്ടതുപോലെ അടുപ്പിച്ച് അവരുടെ കുരുത്തക്കേടുകളും കുസൃതികളും ചിലപ്പം വിവരക്കേടുകളും വൃത്തികേടുകളും ഒക്കെ സഹിച്ച് ക്ഷമിച്ച് അവരെ നന്നായി പരിപാലിച്ച് പോറ്റി വളർത്തിയാൽ അവർ നാളെ നല്ലവരാകും. ചിലപ്പോൾ നമ്മൾ 100 പേർക്ക് ചെറിയ ചെറിയ ഫിക്ർ ഉണ്ടാക്കാൻ ശ്രമിച്ചു, 100-ൽ നിന്നും 10 പേര് നന്നായാൽ അൽഹംദുലില്ലാ, നാട്ടിന് വളക്കായില്ലേ? നമ്മൾ അൽഹംദുലില്ലാ ഈ പ്രാവശ്യം ഇത്തിക്കാഫിൻ്റെ 10 ദിവസങ്ങളിൽ ഒരു പണിയെടുത്തു. അങ്ങനത്തെ കുട്ടികളെ കുറിച്ച് എല്ലാവർക്കും ഭയങ്കര പരാതി. ചില ആളുകൾ നേരത്തെ പറയാറുണ്ട്, ഗേറ്റ് പൂട്ടണം, ഗേറ്റിൽ വാച്ച്മാനാക്കണം, കയറ്റാൻ പാടില്ല, അങ്ങനെ ആക്കണം, ഇങ്ങനെ. ഈ പള്ളിയിൽ അങ്ങനെയൊന്നുമില്ല. ഈ പള്ളിയിൽ അള്ളാഹുവിൻ്റെ ഭവനമാണ്. എല്ലാവരും വരണം, എല്ലാവരും ഒന്നിച്ച് അധ്വാനിക്കണം, കഷ്ടപ്പെടണം, മെനക്കെടണം, എല്ലാവരും നന്നാകണം. അതിന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായികളാകണം. ആ കുട്ടികളെ നമ്മൾ രാത്രി 11 മണി മുതൽ 12 മണി, ആ സമയത്താണല്ലോ കുട്ടികൾ കുരുത്തക്കേട് കാണിക്കും, 11 മുതൽ 12 മണി വരെ അപ്പുറത്തിരുത്തി അവർക്ക് ഓരോ ദിവസവും ഓരോ ആളുകൾ ട്രെയിനിങ് കൊടുത്തു. പുതിയ ഭാഷയിൽ അങ്ങനെ പറയണല്ലോ, തർബിയത്ത് കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് പഴയ ഭാഷയായി പോകും, ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ട്രെയിനിങ് കൊടുത്തു, മോട്ടിവേഷൻ കൊടുത്തു. അങ്ങനെ മാഷാ അല്ലാഹ് 10 ദിവസം കൊണ്ട് 10 ആളുകൾ മെനക്കെട്ട് ആ കുട്ടികൾ ഒരു ഫിക്ർ ഉണ്ടാക്കി. ഇന്ന് ഇൻഷാ അല്ലാഹ് രാത്രിയിൽ ആ കുട്ടികൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്. ഒരു സർട്ടിഫിക്കറ്റ്. ഞാനിത് പറയാൻ എന്താ കാരണം എന്നറിയോ? ഞാനിങ്ങനെ നേരത്തെ ചിന്തിച്ചു, പടച്ചവനെ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഓടിക്കളിച്ച് ചിരിച്ച് കുസൃതിയും കുരുത്തക്കേടും കാണിച്ച കുട്ടികൾക്ക് ഇന്ന് ഇവിടുന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്. ഞങ്ങളിങ്ങനെ കരഞ്ഞു വിളിച്ച് വലിയ ഉസ്താദ് ഇമാമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് നീ എന്താ തരാൻ പോകുന്നത് പടച്ചോനെ? ഞങ്ങൾക്ക് നീ എന്താ തരാം? ഞങ്ങളുടെ അവസ്ഥ എന്താവും പടച്ചോനെ? എൻ്റെ അവസ്ഥ, ഞങ്ങളുടെ അവസ്ഥയല്ല പറയും, എൻ്റെ അവസ്ഥ എന്താ പടച്ചോനെ? എന്നെക്കുറിച്ച് നീ എന്ത് തീരുമാനം എടുത്ത റബ്ബേ? എനിക്ക് നീ എന്താ തരാൻ പോകുന്നത്? അള്ളാഹു എനിക്ക് നിങ്ങൾക്കും പുറത്തു തരുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും അള്ളാഹു അഫു തരുമാറാകട്ടെ, മാപ്പ് തരുമാറാകട്ടെ. അവൻ്റെ ഓശാരം കൊണ്ട്, ഔദാര്യം കൊണ്ട് നമുക്ക് അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നരകത്തിൽ നിന്നുള്ള മോചനം നൽകി അള്ളാഹു നമ്മളെ സന്തോഷിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ ഉമ്മവാപ്പമാർ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ എല്ലാവരെയും അള്ളാഹു റമളാനിൻ്റെ മഖ്ബൂലിങ്ങളിൽ സുഅദാക്കളിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ